എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ വെള്ളം അതിന്റെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നു മുതൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനുള്ള തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ്. ഫ്ളാറ്റിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നവമി ദിനേശ് കൊച്ചിയിൽ ചേരുന്നു. നവമി, ഗുഡ് മോർണിംഗ്. ഈ DLF ഫ്ളാറ്റിലെ വെള്ളം ഉപയോഗിച്ചു എത്ര പേരാണ് ആശുപത്രിയിലായത്? ഒരു അവിടെ തൊട്ടടുത്തുള്ള സൺറൈസ് ഹോസ്പിറ്റലിൽ അവിടെ എങ്ങു തിരിഞ്ഞാലും DLF ഫ്ളാറ്റിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ള തരത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. വലിയൊരു ഫ്ളാറ്റ് സമുച്ചയമാണ് അവിടെ ഉണ്ടായത്. വലിയ ജാഗ്രത കുറവാണെന്നുള്ള സംശയമില്ല. അപ്പോൾ ആരോഗ്യവകുപ്പ് ഇന്ന് എന്തൊക്കെയാണ് നടപടികൾ എടുത്തിരിക്കുന്നത് ഇതിന്റെ പരിഹാരത്തിനായി? ഏകദേശം 400-ലധികം ആളുകൾക്കാണ് ഈ ബാക്ടീരിയ കാരണം രോഗം പിടിപെട്ടിരിക്കുന്നത്. അതിൽ കുട്ടികളടക്കം 25-ലധികം കുട്ടികളടക്കം ഈ ചികിത്സ തേടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ വന്നവർക്ക് തന്നെ വീണ്ടും ഈ അസുഖം വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അന്തേവാസികൾ ആശങ്കയോടെ രേഖപ്പെടുത്തുകയുണ്ടായി. എന്തായാലും ഈ വെള്ളം കുടിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു രോഗം പിടിപെട്ടതെന്ന് ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. ഇവിടെ ടെസ്റ്റ് ചെയ്ത്, അതായത് പ്രധാനമായും 4 സോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. കുഴൽക്കിണർ, ഒപ്പം ടാങ്കിലെ വെള്ളം, പുറത്തുനിന്ന് ടാങ്കുകളിൽ എത്തിക്കുന്ന വെള്ളം, അതോടൊപ്പം തന്നെ പൈപ്പ്, മുനിസിപ്പൽ പൈപ്പ് അടക്കമുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് ഇവർ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ സ്രോതസ്സുകളിലുള്ള വെള്ളം എല്ലാം പരിശോധിച്ചു. ഇതിലെല്ലാം കൃത്യമായി തന്നെ ക്ലോറിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവിടെ ഇപ്പോൾ ഫ്ളാറ്റുകളിൽ ഉപയോഗിക്കുന്ന ഈ ജലസ്രോതസ്സുകളെല്ലാം പൂട്ടിയിരിക്കുകയാണ്. ഡബിൾ ക്ലോറിനേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്ന് കർശന നിർദ്ദേശം തന്നെയാണ് അന്തേവാസികൾക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്നു മുതൽ ഡബിൾ ക്ലോറിനേഷൻ പരിപാടികൾ നടത്തും. വരും ദിവസങ്ങളിൽ 2-3 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ അന്തേവാസികൾക്ക് ഈ അവിടെയുള്ള സ്രോതസ്സുകളുടെ വെള്ളം കുടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ഈ ടാങ്കുകളിൽ എത്തിക്കുന്ന വെള്ളമായിരിക്കും അവർക്ക് നൽകുക. അത് നൽകിയാൽ കൂടിയും അത് കൃത്യമായി ചൂടാക്കി തിളപ്പിച്ചാറ്റിയതിനു ശേഷം മാത്രം കുടിക്കുക എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ അസോസിയേഷനൊരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവിടുത്തെ മാലിന്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ അത് കൃത്യമായി സംസ്കരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നാൽ ആരോഗ്യവകുപ്പ് കേസെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അതടക്കമുള്ളൊരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അതോടൊപ്പം ഈ അസോസിയേഷൻ ഇന്ന് ഓൺലൈനായി ഒരു യോഗവും സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി താമസക്കാർക്ക് നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യോഗവും ചേർന്നിട്ടുണ്ട്. ഇനി ഈ റിസൾട്ട് വരാൻ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു DMOയോട്. എന്തായാലും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാൻ കഴിയുകയുള്ളൂ. ഇന്നലെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ DMO ഇന്ന് കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൈമാറാനും തീരുമാനിച്ചിരിക്കുകയാണ്. എൽദോ.